ഹായ് ഹലോ. നമ്മൾക്ക് ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഹെയർ ക്ലിപ്സ് ഉണ്ടാക്കിയാലോ? അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തും കമൻറ്റ് ചെയ്യുക. അതിനായിട്ട് ഇതാ ഒരു വൈറ്റ് നെറ്റിൻ്റെ ഫാബ്രിക്കാണ് നമ്മൾ യൂസ് ആക്കുന്നത്. പിന്നെ ഇതുപോലത്തെ 2 പീസ് എടുക്കണം കേട്ടോ. ഞാൻ എടുത്തപ്പോൾ അതിൻ്റെ ഷോർട്ട് വിട്ടുപോയതാണ്. നിങ്ങൾ എടുക്കുമ്പോൾ ഇതുപോലത്തെ 2 പീസ് എടുക്കണം. ഇനി വിടുത്ത് വരുന്നത് 6.5 പിന്നെ ലെങ്ത്ത് വരുന്നത് 7.5 ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അതുപോലെ തന്നെ ബ്ലാക്കും ചെയ്യുന്നുണ്ട്, 2 പീസാണ് ചെയ്യുന്നത്. അതുപോലെ ഇതേ മെഷർമെൻറ്റിൽ ബ്ലാക്കും കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതാ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇതിൻ്റെ 3 സൈഡും നമ്മൾക്കൊന്ന് അടിച്ചെടുക്കണേ. പിന്നെ ഒരു സൈഡിൽ കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം അടിക്കാൻ. അതിലൂടെ നമ്മൾക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. അതിനാണ് ആ സ്പേസ് വിടുന്നത് കേട്ടോ. ഇപ്പോൾ ഇതാ ബ്ലാക്കും വൈറ്റും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും സൈഡിൽ ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഹോളിലൂടെ നമ്മൾക്ക് അതിൻ്റെ നല്ല വശം തിരിച്ചെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ടൊരു പെൻസിൽ യൂസ് ആക്കാം. നമുക്ക് ഇത് ഹോള് വലുതായതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് കിട്ടും. എന്നാലും ഒരു പെൻസിലായിട്ട് യൂസ് ആക്കിയാൽ അതിൻ്റെ എഡ്ജസൊക്കെ നമുക്ക് അതുകൊണ്ട് തന്നെ ഷാർപ്പ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾക്ക് വൈറ്റ് പേൾസ് ആഡ് ചെയ്ത് കൊടുക്കുക. ബ്ലാക്കിലും വൈറ്റിലും ഒരുപോലെ ഒരേ പോർഷനിൽ വൈറ്റ് പേൾസ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ പേൾസ് ആഡ് ചെയ്ത് കൊടുത്ത ഹോൾ ഉണ്ടല്ലോ, അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. രണ്ടിലും ബ്ലാക്കിലും വൈറ്റിലും രണ്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ഫുള്ളി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പേൾസ് ഈക്വലായിട്ട് വരുന്ന വിധത്തിൽ നമ്മൾ സെൻറ്റർ ഭാഗം ഒന്ന് പിടിക്കണം. അതാ ഇതുപോലെ സെൻറ്റർ മടക്കിയിട്ട് അവിടെ നമുക്കൊരു അടയാളം പോലെ വെച്ചിട്ട് ഇനി ആ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ പ്ലീറ്റ്സ് ഒന്ന് കൈ കൊണ്ടൊന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ബ്ലാക്ക് ത്രെഡ് എടുത്തിട്ട് അതിനൊന്ന് കണക്റ്റ് ചെയ്യിക്കുക. ബ്ലാക്ക് ത്രെഡ് എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ടൈറ്റായിട്ടൊന്ന് അവിടെ ഒന്ന് കെട്ടിക്കൊടുക്കണം കേട്ടോ. ആ പ്ലീറ്റ്സ് പോവാത്ത വിധത്തിൽ ഒന്ന് ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. ഇപ്പോൾ ഇതാ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഇതുപോലത്തെ 2 പോർഷൻ ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞില്ലേ, അതാണ് കേട്ടോ. ഒന്ന് മുകളിലേക്കുള്ളതും ഒന്ന് താഴേക്കുള്ളതും. താഴേക്ക് വരുന്നത് ഈ പേൾസ് ആഡ് ചെയ്തത് താഴേക്കാണ് കേട്ടോ. ഇനി ഇതാ വൈറ്റും അതുപോലെ തന്നെ പ്ലേറ്റ്സ് ഇട്ടിട്ട് അവിടെ ഒന്ന് ജസ്റ്റ് വൈറ്റ് ത്രെഡ് കൊണ്ട് ഒന്ന് കെട്ടിക്കൊടുക്കുക. ഇനി താഴെയുള്ള പോർഷൻ ഒരേപോലെ ഈക്വലായിട്ട് വരുന്ന ഒന്ന് നോക്കണം കേട്ടോ. ഒന്ന് മേലോട്ടും ഒന്ന് താഴോട്ടും ആവാൻ പാടില്ലേ. ഇനി നമ്മൾക്ക് ഈ ത്രെഡിൻ്റെ ഭാഗത്ത് ഒരു പേൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പേളില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ, പക്ഷേ പേൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ ഭംഗി കൂടുമെന്ന് മാത്രം. ഇനി ഇതാ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഇതിൽ ചെയ്ത പോലെ തന്നെ പ്ലീറ്റ്സ് ഇട്ടിട്ട് ഒരു ത്രെഡ് കൊണ്ട് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഫസ്റ്റ് പാർട്ടിൻ്റെ ത്രെഡിൻ്റെ മുകളിലായിട്ട് നമ്മൾക്ക് ഈ സെക്കൻഡ് പാർട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു ഗം യൂസ് ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി ഇതാ ഇതുപോലൊരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏത് വേണമെങ്കിലും യൂസ് ആക്കാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് അതിന് മാച്ചായ ഒന്നുണ്ടായപ്പോൾ അതെടുത്തൊന്ന് മാത്രം. ഇനി ഇത് ഇതിലോട്ടൊന്ന് ഗം ചെയ്ത് കൊടുക്കുക. ഇനി ഇതാ ബ്ലാക്കും നമ്മൾ അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബ്ലാക്കിൽ ഇതുപോലെ ബ്ലാക്ക് കളർ വരുന്ന ക്ലിപ്പ് യൂസ് ആക്കുക, അല്ലെങ്കിൽ ഇതുപോലത്തെ ബണ്ണ് യൂസ് ആക്കാം കേട്ടോ. ബണ്ണിലൊരു ഗമ്മ് ചെയ്തിട്ട് ഇതിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ബണ്ണിലായാലും ഭംഗിയുണ്ടാവും കാണാൻ കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ രണ്ടും സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. വൈറ്റിലും ബ്ലാക്കിലും പേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഹെയർ ക്ലിപ്പ് നല്ല ക്യൂട്ടല്ലേ കാണാൻ. മക്കളെ തലയിലൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയാണ് കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.